ചിക്കൻ കറി വിട്ടടാ. അയ്യോ ഇൻട്രോ എടുത്തില്ലടാ. വാ 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 ഇൻട്രോ എടുക്ക. ഹലോ ഗോയ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടില്ല, കൊച്ചിയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ച്. പിന്നെ കോഴിക്കോട് വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താ പറയാ, ഇന്ന് സൺഡേ ആയിക്കൊണ്ട് ഈ വീഡിയോ എന്നാൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സൺഡേ വൈബ്സ് അത് ചിലപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ആയിരിക്കും ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ച് അതിന് ശേഷം കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുന്ന ചിക്കൻ കറി ഉണ്ടാക്കണം, കുറച്ച് നേരം വൈകി, സംഭവം 2 മണി. ഏതൊന്ന് പറയട്ടെ. അപ്പോൾ ഞങ്ങൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് തൊണ്ടവേദന ഉണ്ടായി. അപ്പോൾ ഞാൻ ചിക്കൻ കേൾക്കട്ടെ. അപ്പം ചിക്കൻ കക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണി ഗൈസ്. ഓൻ ചിക്കൻ കറി ഓൺ ഉണ്ടാക്കാന്നാണ് പറഞ്ഞേ. അപ്പോൾ ചിക്കൻ ഞാൻ കേക്ക് കൊടുക്കണോ ഉണ്ടാക്കലോ കെഗ്ഗല് ഞാൻ, അതാണ് അവസ്ഥ ഗൈസ്. അപ്പം പോയി കേക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണി ഗൈസ്. ഗൈസ് ഇതാ ഒരാൾ ഞങ്ങൾക്ക് നല്ല ചുമ കേട്ടോ. ഇപ്പം എന്തോ സാധനമൊക്കെ ഇടിച്ചിട്ട് കാപ്പി ഉണ്ടാക്കുക എന്നാണ്. ഇതെന്താ സംഭവം? ചുക്കും കുരുമുളകിന് കുറച്ച് കുരുമുളക് ഉണ്ട്. അതാ കവറിൽ വാങ്ങി കൊണ്ടുവന്ന് പോയി എടുക്ക്. ഫുൾ കുക്കിംഗ് ആണ്. ഇന്ന് കുക്കിംഗ് ആണ്. ചിക്കൻ കറി വെക്കണം. കുരുമുളക് ഇത് മേടിച്ചാട്ടോ. ഞങ്ങൾ കാണിച്ച് നരിക്കിനി ആശുപത്രിയിൽ പോയി കാണിച്ചു. പക്ഷെ ഞങ്ങൾ കാര്യമായിട്ട് കാണിച്ച ചുമക്കാണ്. ആടെ ചുമൻ്റെ മരുന്നില്ല. പനിയില്ല. ഇതിങ്ങനെ ആക്കിയില്ലെങ്കിൽ, ഇങ്ങനെ കൈ വെച്ചില്ലെങ്കിൽ തെറിച്ചു. കുരുമുളക് തെറിച്ചു. ഇനി ചെറിയ വീഡിയോ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ വീഡിയോ എടുക്കാം. 2 കുട്ടികളെ ഞങ്ങളെ നോക്കി ചിരിക്കുന്നു ഗൈസ്. അവർ ട്യൂഷൻ കഴിഞ്ഞ് വരും കേട്ടോ. അതിൻ്റെ അടുത്തുള്ള പിള്ളേരാണ്. അപ്പം അമ്മ ചോറൊക്കെ ഉണ്ടാക്കിയാൽ പോയി. ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പേരിയൊക്കെ ഞങ്ങൾ രാവിലെ 10:00 പേരി കേട്ടോ. അതാ കുറച്ച് പേരി. സാമ്പാറല്ല, ഒരു പച്ചക്കറി എന്തോ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതാ, ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറി. അപ്പോൾ ഞാൻ ഏഴത്തെ വരൂല്ലോ കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ കഞ്ഞിക്കൂർക്കൽ. അപ്പോൾ കാപ്പി ഉണ്ടാക്കിക്കോട്ടെ. ഇത് ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോഴേക്ക് ഞാനിതാ അലക്കിയതുണ്ട് നാറിയിടാണ്ട്. തുളസീൻ്റെ ഇല അല്ലേ? തുളസീൻ്റെ ഇല ഞാൻ ആക്കി കൊടുക്കാം. ഓക്കെ, നമ്മളെ ചുക്ക് കാപ്പി റെഡി ആയിട്ടോ. അശ്വിൻ വന്നിക്ക് ഗൈസ്. മാരക ലുക്കിലാ ഇറങ്ങിയ. മുടിയൽ വേണ്ടാന്ന് പണിയിലാണല്ലേ. നമ്മുടെ ചുക്ക് കാപ്പി ഇട്ടോ ഗൈസ്. കേക്കില്ല, ചീഞ്ചട്ടി ആയില്ലാടോ. ചീഞ്ചട്ടി ഇത്രയും തോന്നാ ഇതുണ്ടായിട്ട് ഇതിലിട്ട് കുറച്ച് വെള്ളം ഇട്ട് നല്ലോണം കേക്കിൻ്റെ ഇതൊക്കെ. ഇത് ചിക്കൻ കേൾക്കാനേ അറിയൂല എനിക്ക്. ചിക്കൻ കേൾക്കാക്കി അറിയാം. നല്ലോണം വെള്ളം എടുത്ത് താക്ക്, കുറച്ച് വെള്ളത്തിൽ. എന്നിട്ട് ആദ്യം ഇതിൻ്റെ ഇത് ചോരൊക്കെ പോക്ക് ഒന്നും അറിയൂല. തിന്നാ ചിക്കൻ്റെ എല്ലാം കടിച്ചും ഇതാക്കിയല്ലോ. നീ ഡയലോ കെയ്യോട് വേണം. എന്നിട്ട് ഇപ്പോൾ ചീഞ്ചട്ടി എടുത്താൽ പോരെ, വലിയൊരു പാത്രം എടുത്തുകൂടാ. ഇത് ചെറിയ കറി വിളമ്പുന്ന പാത്രത്തിലങ്ങി ചിക്കൻ കേൾക്കുന്നത് വേമാട്ടോ. ഞാൻ നമ്മുടെ ഇതൊക്കെ അരിഞ്ഞിടട്ടെ ഗൈസ്. അപ്പം ഞാനിതാ ചിക്കൻ കറി കേൾക്കി. ചിക്കൻ നല്ലോണം കഴിക്കട്ടോ. മോനാ പറഞ്ഞാൽ ചിക്കൻ നല്ലോണം കേൾക്കാൻ അറിയില്ല. ഓരോ സിനിമ ഒക്കെ കണ്ടു കുത്തിരിക്കുകയാണ്. ഇതാ സിനിമ കണ്ടിട്ടാണ് ഇതൊക്കെ അരിഞ്ഞ് കിട്ടുക. ഇനി റെഡി കുക്കിങ്ങിലേക്ക് ഇതാ അടുക്കളയിലേക്ക് പോയി. ഞാനും എൻ്റെ പിന്നാലെ പോയി നോക്കട്ടെ. അഥവേ എന്തെങ്കിലും അബദ്ധം ചെയ്ത് കാണിച്ചാൽ ഏട്ടനായ ഞാനല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിങ്ങനെയാണ്, മുളകും പൊടി ഇത്രേ ഇടാവും, മഞ്ഞൾപ്പൊടി ഇത്രേ ഇടാവും നോക്കാം. ഗ്യാസ് കത്തിക്കട്ടോ. പാനലിട്ടിട്ടുണ്ട്. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കി. ഞാൻ പറഞ്ഞുതരാ. യൂട്യൂബ് നോക്കി ചെയ്യരുതേ. യൂട്യൂബ് ഞാൻ ചെയ്യല്ല. എന്തൊക്കെ വേണ്ടിയെന്നറിയ. ഇതെന്താക്കുക? നീ വെളിച്ചെണ്ണ കഴിച്ചിട്ട് ഉരുളക്കിഴങ്ങ് പോലെ 8 അര വാട്ടുമോ? ഉരുളക്കിഴങ്ങ് 8 അര വാട്ടുന്നുണ്ട്. ഇനി എന്താ അല പഠിക്കുന്നു? ഞാൻ ഉള്ളി ആദ്യം ഇട്ട് വഴട്ടുന്നത്. ഉരുളക്കിഴങ്ങ് ഉണ്ടായില്ലേ? നോട്ടെ, ഉരുളക്കിഴങ്ങ് എന്തായാലും കറിയിൽ എനിക്ക് കിട്ടൂല. ഉരുളക്കിഴങ്ങ് കഷ്ണം കടിക്കാനുള്ള രീതി. ആദ്യം ഉള്ളി ആടുന്ന്. ഉള്ളി മാത്രം. പക്ഷെ ഉള്ളി മാത്രമല്ല വന്ന കൈ. തക്കാളി കുടിച്ചോട്ടെ, കുഴപ്പമില്ല. അമ്പൂട്ടാ
ഇത് മൊത്തം ഇട്ട് വട്ടിയാലും കുഴപ്പമില്ല. ഉള്ളി വാട്ടട്ടെ. ചിക്കൻ ഞാൻ കഴുകി ഇവിടെ വെച്ചിട്ട് പിന്നെതാ റെഡി ആട്ടെ. വാട്ടിയിട്ട് നമുക്ക് വരാം. ഇത് വെറുതെ ഞാൻ ഇങ്ങനെ അളകളാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവും. ഉപ്പൊക്കെ ഇട്ട് വാട്ടട്ടെ. ആ ഉപ്പിടുന്ന എന്തിനാ? ഉപ്പിന് വേണ്ടിയിട്ട് ഉപ്പിന് വേണ്ടി ടേസ്റ്റ് ഇട്ടേ വേവാനോ. ഓവർ ഇടല്ലേ? ഞാൻ ഇട്ടോണം. ഓവർ ഇടല്ലേ? ആവശ്യത്തിന് ഇട്ടായി. ആ കാര്യം പറയും. ഉപ്പ് അധികമായി പോയി ഒരു രക്ഷ ഉണ്ടാവും. കുറഞ്ഞ പോയാലും എന്തേലും ചെയ്യും. അപ്പോൾ വലിയ പേനായിട്ടാ ഞാനിന്ന് പാചകം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചെയ്യും. ലാസ്റ്റ് പാളിപ്പോകും. ചിക്കൻ പൊരിക്കണ്ടേ? ആ ബാക്കി ഇങ്ങനെ ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ റെഡി ആക്കട്ടെ. നമുക്ക് ഓരോ എന്താ പറയുക, ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ വരാം. ഇപ്പോൾ ഉള്ളി വാട്ടണം. വാടി കഴിഞ്ഞിട്ട് ചിക്കന് റെഡി ആക്കുമ്പോൾ നമുക്ക് വന്ന് നോക്കാം. ഇപ്പോൾ വെറുതെ ഞാൻ ഇവിടെ നിന്ന് വിളവിളയെന്ന് പറഞ്ഞിട്ട് ഓന് ഡിസ്റ്റർബ് ചെയ്യേണ്ടല്ലോ അല്ലേ? എന്നാ ശല്യം ചെയ്യണ്ടല്ലോ. ഇതാ തിളയ്ക്കുന്നുണ്ടേ. ചിക്കൻ തിളക്കുന്ന. ഇനിയിപ്പോൾ അത് കഴിച്ച് നോക്കിയാലേ നമുക്കറിയാം എന്താണ് അവസ്ഥ. എന്തായാലും നല്ല ടൈം എടുക്കണം. ഗൈസ് നമ്മളെ ചിക്കൻ കറി ഇതാ തിളച്ചതപ്പോൾ ഒരു പ്രത്യേക രീതിയിലാക്കി. വെന്തുക്കോ നോക്കിയില്ല. വെന്തുക്കോ നോക്കട്ടെ ചോ. എന്തായാലും എന്ത് പറഞ്ഞാലും അനിയെ സൂപ്പറാണ് ഗൈസ്. ഉരുളക്കിഴങ്ങ് കുടയണ്ട. ഉരുളക്കിഴങ്ങ് കുടയ്ക്കേണ്ട ആവശ്യമില്ല. ആ വേണമില്ല. അങ്ങനെ ഒന്നും മതി. കുറച്ച് വെള്ളം വെച്ചേ. ഗ്രേവി ചിക്കൻ ഇത് പൊരിക്കാനുള്ളതാ. ചിക്കൻ പൊരിക്കാനുള്ളത് എടുത്ത് വെച്ചേക്ക്. നമ്മളിന്ന് ഫുൾ ചിക്കൻ പൊരിച്ചതും കരിച്ചതും ഇതൊക്കെ ഉണ്ട്. ചൂടുവെള്ളം ഒഴിക്കുന്നത് മതി മതി. ഓർക്കണ്ട ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം ഗൈസ് ചിക്കൻ കറി. ഉപ്പുണ്ടോ? ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ഉപ്പുണ്ട്. ഇപ്പോൾ ഒരു 5-6 കഴിക്കാനുള്ള ചിക്കൻ കറിയും ജനിയും ഉണ്ടാക്കും കേട്ടോ ഗൈസ്. 100 ഉണ്ടാക്കാനാവില്ല. അങ്ങ് പ്രത്യേകിച്ച് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളി. ഒരു ചിക്കൻ കറി വെറൈറ്റി ചിക്കൻ കറി ആയിരിക്കും. ആരും ഇതുവരെ കഴിക്കാത്ത ചിക്കൻ കറി ആയിരിക്കും. പ്രത്യേക കൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഓൺ ഉണ്ടാക്കിയത്. ചുക്ക് കാപ്പി അയച്ചാലും കൂടെ നാളെ ടേസ്റ്റ് ഇട്ടത്. ആ ടേസ്റ്റ് ഇല്ലായിട്ടാണ് കറക്കി. അല്ലാണ്ട് ചുക്ക് കാപ്പിയിൽ എനിക്ക് കുറ്റം പറയണ്ട. നാവിൽ ടേസ്റ്റ് കിട്ടൂല. ഞാൻ നോക്കാം ഗൈസ്. നമുക്ക് ടേസ്റ്റ് കിട്ടും നമ്മുടെ. എന്നിട്ട് പറയാ ചുക്ക് കുറച്ചും കൂടി വേണ്ട. ഓവർ തീ ആക്കണ്ട. ലൈറ്റ് ആക്കിയിട്ട് കിട്ടോ. കുഴപ്പമില്ല ഗൈസ്. ഉണ്ടോ ഉപ്പും മുളകും ഒക്കെ ഇട്ടോ. എല്ലാം ഉണ്ട്. അപ്പം പറയും സെറ്റാണല്ലോ എഞ്ചോ. മല്ലിച്ചപ്പ് ഇടാണ്ട് ഗൈസ്. കറിവേപ്പില മല്ലിച്ചപ്പും കൂടി ഇടാണ്. ചിക്കൻ പൊരിക്കാനുള്ള സെറ്റ്. വേറെ ഒന്നുമില്ല. സമയം ഇതാ ഉച്ചക്ക് ചോറ് നാളെ സമയം വന്നേ ഉള്ളൂ. പിന്നെ ഓനൊരു മൂഡ് തോന്നി ഓവറാക്കല്ലേ. ചിക്കനൊന്നും വേകട്ടെ. എന്നാലും ഇനി ചിക്കൻ പൊരിക്കുന്ന കൂടി കാണിച്ചു തരാം. ഓൻ ചിക്കൻ കൂട്ട് റെഡിയാക്കട്ടെ. എന്തൊക്കെയോ പറയ്ക്ക് തന്നെ അറിയില്ല. ഓൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചനിയ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ റെഡി ആവട്ടെ. ചിക്കൻ പൊരിക്കുന്നത് എനിക്ക് കാണിക്കുക. ചിക്കൻ കറി തിളച്ച് അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കൻ പൊരിക്കുന്നു. ഇതാ നമ്മൾ കറിവേപ്പിലൊക്കെ ഇട്ട് കിട്ടും. ഇതിൻ്റെ കൂട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇത് സിമ്പിളായിട്ട്. ചിക്കൻ കറിയൊക്കെ അറിയാത്തവരുണ്ടാവും. കുറച്ച് മുളക് പൊടി അതാ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി. എന്താ കേട്ടോ ഓൻ ചിക്കൻ കറി. ഇതാ ഓൻ ഭയങ്കര ജാട. ഓൻ വലിയ കുക്കാണെന്നുള്ള ജാടാണ് ഗൈസ്. എന്താക്കണം ചിക്കൻ പൊരിക്കുന്ന കൂടി ഞാൻ കാണിച്ചത്. ഇതാ നമ്മൾ പൊരിക്കാനുള്ള ചിക്കൻ മസാല ഒക്കെ പുരട്ടി ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിക്കുന്നത് ചട്ടി ചൂടാക്കി. ചിക്കൻ കറി നമ്മളെ ചിക്കൻ കറി റെഡി ആക്കിയോ. ചോറുകറി കുറച്ചും പറ്റാണ്ട് വെള്ളം. മതി. വെള്ളം നോട്ടെ. കറി വേണ്ടേ? ഓക്കെ. ചിക്കൻ വെന്തല്ലേ? ചിക്കൻ വെന്താ അത് ഓഫാക്കി ഇടട്ടേക്ക്. അതിൽ തന്നെ ചൂടായി നടന്നോളൂ.
നമ്മൾ ചിക്കൻ കറി ഓഫാക്കിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചു ആ പച്ച വെളിച്ചെണ്ണ എന്താണ് ഇതൊക്കെ ഒരു ടേസ്റ്റാണ് മുത്തേ പറഞ്ഞ മനസ്സിലാണ്. ചിക്കൻ കറി നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ നമ്മൾ ചെറുനാരങ്ങ നീരെങ്കിലും ഒന്ന് കുറ്റിക്കേണ്ടി വരും. ചെറുനാരങ്ങൻ്റെ നീര് ചെറുനാരങ്ങ ഉണ്ട് ചെറുങ്ങനാരങ്ങ ഗൈസ് ചെറുനാരങ്ങൻ്റെ നീരൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാ? ആ ടേസ്റ്റിനാണെന്നാണ്. ഇപ്പം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇട്ടീനോ? വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ. ഇഞ്ചി ഓ വെളുത്തുള്ളി ഇഞ്ചി ഇടുമോ? അതിന് പ്രശ്നം ഇഞ്ചി വേസ്റ്റ് ആക്കണ്ട. ഞാൻ വെളുത്തുള്ളി എന്ത് മീൻ പൊരിക്കുന്നില്ല എന്ത് ഇട്ടാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ വെച്ചില്ല കേട്ടോ. വെളിച്ചെണ്ണ ചട്ടിയും ചൂടാട്ടെ. ഇത് സാധാ ചട്ടിയല്ല, ചൂടായി ഉണ്ടാവും. ചൂടാക്കി നോക്കട്ടെ. ആ എടുത്തോട്ടോ മതി. ചട്ടി വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കുന്നുണ്ട് കേട്ടോ. അമ്മ അല്ലാത്തതിനെ കൊണ്ട് ഞങ്ങൾ അടുക്കളയിൽ അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോയതാണ്. ഞങ്ങൾക്ക് ഒരു ചിക്കൻ കറിയൊക്കെ കൂട്ടണം തോന്നി. പിന്നെ ഇവിടെ കുക്ക് ചിഞ്ചൂട്ട ഉണ്ടാകാൻ കൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്തായി ചൂടാക്കി ആ കത്തുന്ന അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത കേട്ടോ. ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് കൈസ്. ആരും ഇല്ലെങ്കിലും വീട്ടിലാരും ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മതി ചോറും കറിയൊക്കെ വെക്കാൻ ഇവനറിയാം. ഇവല്ലെങ്കിലാണ് ഞാൻ പെട്ടുപോവുക. എല്ലാം അതിൽ പോവോ? എല്ലാം കൊള്ളിക്കുന്നാണ് പറഞ്ഞത്. നടുവിലിട്ടോ മസാല ആയി. ഇത് ചൂടായിട്ട് പോയട്ടല്ലേ. കറിവേപ്പിൻ്റെ ഇല കേട്ടോ, അടിപൊളിയാണ്. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നമ്മൾ വറുത്തെടുക്കൂല, അല്ലാണ്ട് തന്നെ പൊരിച്ചെടുക്കുക. അങ്ങനെ മീനൊക്കെ പൊരിക്കും പോലെ. ചിക്കൻ എന്താ പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. പൊരിച്ച് കറി റെഡിയായി. വലിയ പാത്രം എടുത്തോളൂ. ആരും മതി, ഒരു സുഖമാണ്. ചെറിയ പാത്രം ഫുള്ള് അതിലേക്ക് വെച്ചു. തൈരിനുള്ള സെറ്റപ്പ് ഇതാട്ടോ. തൈര് ഇതാ നമ്മളിതാ ഇലയിലാട്ടോ കഴിക്കുന്നത്. ഞാൻ പോയി ഇല മുറിച്ച് വന്നിട്ടോ. ചിക്കൻ റെഡി, തൈര് റെഡി, പേര് അവിടെ ഉണ്ട്. ഒക്കെ പാത്രത്തിലേക്ക് ആക്കട്ടെ. തൈരയിലേക്ക് പൊട്ടിച്ച് നോക്കി. ചൂട് തടിയട്ടോ, ഒന്നിട്ട് കഴിക്കാൻ നമുക്ക്. തൈര് ഉള്ളിയൊക്കെ ഞാനാട്ടോ അരിഞ്ഞിട്ട് മൊത്തം വയ്ക്കണ്ടേ, ആവശ്യത്തിന് മാത്രം എടുത്ത്. മതി മതി മതി. ബാക്കി നമുക്ക് ഫ്രിഡ്ജിലൊന്നുമില്ല. ഞങ്ങളിപ്പം കുറേ ആയി പണിക്ക് പോയിട്ട് ഫ്രിഡ്ജ് കാലിയാണ് ഗൈസ്. ഇപ്പോൾ ഒക്കെ സെറ്റായി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കൂടി ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമ്മുടെ ഇലയൊക്കെ ഇട്ട് കേട്ടോ. ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, ചോറ്, പച്ചക്കറി ഉണ്ട്, തൈരുണ്ട് ഗൈസ്. ഇന്നത്തെ ഭക്ഷണം എന്തെല്ലാം ചെയ്യും. സൺഡേ സ്പെഷ്യൽ. ഞങ്ങൾ രണ്ടാളും വീട്ടിലുള്ളപ്പോൾ ഞങ്ങൾക്ക് ചിക്കനൊക്കെ കൂട്ടി ഒന്ന് കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും
പൊളിയായിരിക്കും. ഈ റൈസ് ആയിരുന്നു പ്ലാൻ, പിന്നെ ടൈം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഗൈസ് കഴിക്കട്ടെ. എന്തായാലും എന്തോ ക്ഷീണമുണ്ട്, പനിയൊക്കെ വരുമ്പോഴുള്ളൊരു ക്ഷീണമുണ്ട്, വയ്യ. എന്നാലും ആഗ്രഹമാണല്ലോ എന്തെങ്കിലും കാര്യമായിട്ട് ചിക്കനൊക്കെ കൂട്ടി കഴിക്കണം എന്ന്. അപ്പം കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യല്ലേ, എന്ത് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാ വാ എന്നാൽ ടേസ്റ്റ് ചെയ്യ്, എന്നിട്ട് എന്ത് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അതുകൊണ്ടോ കുറച്ച് അവിടെ ഞാൻ ടേസ്റ്റ് ചെയ്തോ. ചിക്കൻ കറി ഇട്ടി. അടിപൊളി ഗൈസ്. കുഴപ്പമില്ല, ഉപ്പ് കുറവില്ല. ഉപ്പ് ഇങ്ങനെ ഒഴിവാക്കട്ടോ, ഉപ്പ് തന്നെ ഉപ്പിന് കുഴപ്പമില്ല. സെറ്റ് ഗൈസ്. അപ്പോൾ ലവ് യു ഗൈസ്. സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. ചിക്കൻ കൊച്ചും കൂടിയിലേക്ക് കൂട്ടുമ്പോൾ ഉപ്പ് റെഡി ആയിരിക്കും. അപ്പോൾ ഗൈസ് ടാറ്റ. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ആദ്യമായിട്ട് കാണുന്നവരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളെ ഫാമിലിയിലേക്ക് കയറുക. അപ്പോൾ ടാറ്റ ഗൈസ്.